റമദാനിൻ്റെ ഈ കഴിഞ്ഞ നിമിഷങ്ങളിൽ അല്ലാഹുവിൻ്റെ തൃപ്തിയും സ്വർഗവും ആഗ്രഹിച്ചുകൊണ്ട് നാം ചെയ്ത പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. കൂടുതൽ താല്പര്യത്തോടുകൂടി മാനസികവും ശാരീരികവുമായ ഊർജത്തോടുകൂടി അല്ലാഹു ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ യുദ്ധങ്ങൾക്ക് പോകുമ്പോൾ ഏതെങ്കിലും ഒരു ഭാര്യയെ ഒപ്പം കൊണ്ടുപോകാറുണ്ട്. ബനുൽ മുസ്തലഖിലേക്ക് പോകുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. അവിടുന്ന് തിരിച്ചു വരുമ്പോൾ ഈ സംഘം പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് തമ്പടിക്കുകയും അത് കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു പോവുകയും ചെയ്തു. പക്ഷേ അതിനിടയിൽ സംഭവിച്ച ഒരു കാര്യം, ആയിഷ റളിയല്ലാഹു അൻഹ പ്രാഥമിക കർമ്മങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അവരുടെ ഒരു മാല കാണാതായിപ്പോയി. ആയിഷ റളിയല്ലാഹു അൻഹ അത് തെരഞ്ഞു പോയതിൻ്റെ ഇടയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ യാത്രാ സംഘത്തിന് പോകാൻ അനുവാദം നൽകുന്നത്. അഥവാ ആയിഷ റളിയല്ലാഹു അൻഹ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മറ്റ് സഹാബികളും മനസ്സിലാക്കിയില്ല. തിരിച്ചു വരുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ കാണുന്നത് ശൂന്യമായ സ്ഥലമാണ്. സാധാരണ ഇത്തരം യാത്രാ സംഘത്തിന്റെ പിന്നാലെ ഏതെങ്കിലും ഒരു സഹാബി വരാറുണ്ട്. അന്ന് വന്നത് സൊഫാൻ റളിയല്ലാഹു അൻഹു. ആയിഷ റളിയല്ലാഹു അൻഹയെ ഒറ്റക്ക് കണ്ട സൊഫാൻ റളിയല്ലാഹു അൻഹു അവരെയും കൂട്ടി മദീനയിൽ എത്തിച്ചേരുന്നു. ഈ അവസരം മുതലെടുത്ത മക്കയിലെ മുനാഫിക്കുകൾ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ അപവാദ പ്രചരണം നടത്തുകയാണ്. അവരെയും സഫാൻ റളിയല്ലാഹു അൻഹുവിനെയും ചേർത്തുകൊണ്ട് മോശമായ അർത്ഥത്തിലുള്ള പ്രചാരണങ്ങൾ അവർ നടത്തുകയാണ്. ചരിത്രം ദീർഘമാണ്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. സ്വാഭാവികമായും ഇത് വിശ്വാസികൾക്കിടയിൽ പ്രയാസമുണ്ടാക്കി. അള്ളാഹുവിന്റെ റസൂലിന് പ്രയാസമായി, മറ്റു സഹാബികൾക്കൊക്കെ പ്രയാസമായി. അവസാനം ഇതിന്റെ നിരപരാധിത്വം ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സൂറത്ത് നൂറിലെ ആദ്യത്തെ ഏതാനും ചില വചനങ്ങളുടെ വ്യാഖ്യാനത്തിൽ ഈ സംഭവം വിശദീകരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഇറങ്ങിയപ്പോ ഈ പ്രചാരണത്തിൽ പങ്കെടുത്ത കൂട്ടത്തിൽ മുനാഫിക്കുകൾ മാത്രമല്ല ചില സഹാബികളും ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മിസ്തഹ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അദ്ദേഹം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ബന്ധു കൂടിയാണ്. തന്റെ ബന്ധു കൂടിയായ മിസ്തഹ് തന്റെ മകൾ എന്നതിനേക്കാൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ അപവാദ പ്രചരണത്തിൽ പങ്കെടുത്തതിൽ സ്വാഭാവികമായും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് വലിയ പ്രയാസമുണ്ടായി. അദ്ദേഹത്തിന്റെ ആശ്രിതരാണ് ഈ കുടുംബം, അദ്ദേഹമാണ് ആ കുടുംബത്തിനെ സഹായിക്കുന്നത്. സ്വാഭാവികമായും അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഇനി ഈ കുടുംബത്തിന് ഒരു ഔദാര്യവും ഞാൻ നൽകില്ല, ഒരു സഹായവും എന്റെ പക്കൽ നിന്ന് ഞാൻ കൊടുക്കില്ല. കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യയെ പറ്റിയാണ്, അഥവാ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ വിശ്വാസികളുടെ മാതാവിനെ കുറിച്ചാണ് ഈ അപവാദം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ എല്ലാ ഔദാര്യങ്ങളും നിർത്തിവെച്ചിരിക്കുന്നു എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കും.
അവിടെ വെച്ച് വിശുദ്ധ ഖുർആനിലെ ആയത്തിറങ്ങുന്നു. ആ ആയത്താണ് സൂറത്ത് നൂറിൽ നിന്ന് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. നിങ്ങളുടെ കൂട്ടത്തിൽ സാമ്പത്തിക ശേഷിയുള്ളവർ, കഴിവുള്ള ആളുകൾ മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുകയില്ല എന്ന് സത്യം ചെയ്യാൻ പാടില്ല. നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുക, അതോടൊപ്പം വിശാലത കാണിക്കുകയും ചെയ്യുക. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണം എന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചോദിക്കുന്നത്. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു പാപങ്ങൾ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. ഇതിന്റെ തുടർച്ചയായി ഉണ്ടായ മറ്റൊരു സംഭവം കൂടി നമ്മൾ കാണുക. ഈ അപവാദ പ്രചരണത്തിന് നേതൃത്വം നൽകിയ മുനാഫിക്കുകളുടെ നേതാവാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ. അയാൾ മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മകൻ മുസ്ലിമാണ്. വാപ്പ മരണപ്പെട്ടപ്പോ മകൻ വന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് പറയുന്നു, അള്ളാഹിന്റെ റസൂലെ, എന്റെ വാപ്പ മരണപ്പെട്ടു, അദ്ദേഹത്തെ കഫൻ ചെയ്യാൻ അങ്ങയുടെ ഒരു വസ്ത്രം തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണമെങ്കിൽ പറയാം, ഇല്ല, എന്റെ ഭാര്യയെ കുറിച്ച്, വിശ്വാസികളുടെ മാതാവിനെ കുറിച്ച് ഇത്രയേറെ അപവാദം പറഞ്ഞ ഒരു മനുഷ്യൻ, മുസ്ലിം സമൂഹത്തിൽ ഇത്രയേറെ കുഴപ്പമുണ്ടാക്കിയ ഒരു കപട വിശ്വാസി, അയാളെ കഫൻ ചെയ്യാൻ ഞാൻ എന്റെ വസ്ത്രം തരില്ല എന്ന് പറയാം. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ കൊടുത്തു. മയ്യിത്ത് നിസ്കരിക്കാനായി മയ്യിത്ത് പള്ളിയിലേക്ക് കൊണ്ടുവന്നു. ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി മുന്നോട്ടേക്ക് കയറി നിൽക്കുകയാണ്. ആ സമയത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ചരിത്രം നമുക്കറിയാലോ, കാര്യങ്ങളിൽ വളരെ കർശന സ്വഭാവം കാണിക്കുന്ന ആളാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം മുന്നിലേക്ക് ചാടി വന്നു. ഹദീസിലുള്ള പദം തന്നെ അതാണ്, ചാടി വന്നു. ഫവസബ്തു എന്നാണ്, ഞാൻ ചാടി. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, അള്ളാഹിന്റെ റസൂലെ, ഈ മയ്യത്ത് ആരുതാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ഇത്രയേറെ കുഴപ്പങ്ങൾ ഉണ്ടാക്കി, അയാളല്ലേ ഇങ്ങനെ ചെയ്തത്, അയാളല്ലേ അത് പറഞ്ഞത്, അയാളല്ലേ ഇത് ചെയ്തത്. ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ ചെയ്ത ഒട്ടേറെ ദ്രോഹങ്ങളെ കുറിച്ച് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എടുത്തു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലുള്ള പദം, അള്ളാഹുവിന്റെ റസൂൽ ഒന്ന് പുഞ്ചിരിച്ചു. എല്ലാ മനസ്സിന്റെ രോഷങ്ങളെയും തണുപ്പിച്ചു കളയുന്ന കാരുണ്യത്തിന്റെ പ്രവാചകന്റെ പുഞ്ചിരി. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അഖിർ അന്നിയായ ഉമർ, അഖിർ അന്നിയായ ഉമർ, ഉമറെ പിറകിലേക്ക് നിൽക്ക്, പിന്നോട്ട് മാറി നിൽക്ക്. അള്ളാഹുവിന്റെ റസൂൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തെരഞ്ഞെടുക്കാൻ അവകാശം തന്നിരിക്കുന്നു. എന്തായി തെരഞ്ഞെടുക്കാനുള്ള അവകാശം? മുനാഫിക്കുകൾക്ക് വേണ്ടി അള്ളാഹിന്റെ റസൂലെ അങ്ങ് പൊറുക്കലിനെ തേടിയാലും ഇല്ലെങ്കിലും പുറത്തു കൊടുക്കൂല എന്നാണ് അള്ളാഹ് പറഞ്ഞിരിക്കുന്നത്. പൊറുക്കലിനെ തേടിയാലും പൊറുക്കൂല, തേടിയില്ലെങ്കിലും പൊറുക്കൂല. അവൻ തേടാം എന്നതിൽ നിന്ന് വന്നല്ലോ, അതുകൊണ്ട് അള്ളാഹ് എനിക്ക് അവകാശം തന്നതാണ്. അതുകൊണ്ട് 70 തവണയിലധികം തേടിയാലാണ് ഇയാൾക്ക് അള്ളാഹ് പൊറുത്തു കൊടുക്കുകയെങ്കിൽ ഞാൻ അത്രയും തേടും ഉമർ എന്ന് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യിത്ത് നിസ്കാരം നിർവഹിക്കുന്നു. അതിനുശേഷമാണ് കപട വിശ്വാസികൾക്ക് മയ്യിത്ത് നിസ്കരിക്കരുത് എന്ന ആയത്തിറങ്ങിയത്. വിശുദ്ധ റമളാനിന്റെ ഏതാനും ദിനങ്ങൾ പിന്നിട്ട് കഴിയുമ്പോൾ എന്തിന് ഈ 2 സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആൻ ചോദിച്ച ചോദ്യം നാം നമ്മോട് ഒരു വട്ടമല്ല പലവട്ടം ഒരു ദിവസം ചോദിക്കേണ്ടതുണ്ട് എന്ന് പറയാനാണ്. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പുറത്തു തരണം എന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? ഈ റമളാനിൽ സർവ്വലോക രക്ഷിതാവായ റബ്ബിനോട് നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ തേടിയത്, ഇനി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാനുള്ളത് നമുക്ക് അല്ലാഹുവേ നീ പാപങ്ങൾ പുറത്തു തരണമേ എന്നാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനം വരാനിരിക്കുകയാണ്. റമളാനിലെ അവസാനത്തെ 10 ഒറ്റയിട്ട ദിനങ്ങളിൽ എവിടെയോ ഉള്ള ലൈലത്തുൽ ഖദ്ർ. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ദിവസമില്ല. എന്തേ കാരണം? നമ്മളുടെ ആയുസ്സിൽ, ഒരു മനുഷ്യന്റെ ആയുസ്സിൽ ചെയ്യുന്ന അമലുകൾ ഉണ്ടല്ലോ, ആ അമലുകളെക്കാൾ ശ്രേഷ്ഠത ആ ഒരു രാവിൽ ചെയ്യുന്ന അമലിനുണ്ട്. ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങൾ. നമ്മുടെ ആയുസ്സിനേക്കാൾ അധികമാണത്.
ആ ശ്രേഷ്ഠതയുള്ള രാത്രി ആയിഷ റളിയല്ലാഹു ചോദിക്കുന്നു അള്ളാഹുവിന്റെ റസൂലിനോട്, അങ്ങനെ ഒരു രാത്രിയിൽ ഞാൻ എന്താ റസൂലെ അള്ളാഹുവിനോട് തേടേണ്ടത്? അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അൻനി. ഏറ്റവും പ്രധാനപ്പെട്ട ആ രാത്രിയിൽ അള്ളാഹുവിനോട് തേടേണ്ടത് ഈ വിട്ടുവീഴ്ചക്കാണ്. എന്റെ പാപങ്ങൾ പുറത്തു തരണമേ. നാം നമ്മെ കുറിച്ച് ആലോചിക്കുക. നമ്മളോട് തിന്മകൾ ചെയ്ത, ദ്രോഹം ചെയ്ത ആളുകൾക്ക് വിട്ടുകൊടുക്കാൻ, അവർക്ക് മാപ്പ് നൽകാൻ, അവരോട് പൊറുക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? പരസ്പരം കണ്ടാൽ സംസാരിക്കാത്ത മാതാപിതാക്കളും മക്കളുമുണ്ട് നമ്മളുടെ നാട്ടിൽ. ഈ ദുനിയാവിലെ പരിമിതമായ വിഭവങ്ങൾക്ക് വേണ്ടി കേസും കോടതിയുമായി നടക്കുന്ന, പരസ്പരം കണ്ടാൽ കൊല്ലാൻ നടക്കുന്ന, ശത്രുതയോടെ ജീവിക്കുന്ന സഹോദരങ്ങളുണ്ട് നമ്മളുടെ നാട്ടിൽ. തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഒരു കരച്ചിൽ കേട്ടാൽ പോലും തിരിഞ്ഞു നോക്കാൻ തയ്യാറാവാത്ത തരത്തിൽ അയൽവാസിയോട് ശത്രുത കാണിക്കുന്നവരില്ലേ നമ്മുടെ നാട്ടിൽ? ഒരു കാലത്തോ സ്നേഹത്തോടെ ജീവിക്കുകയും കച്ചവടം നടത്തുകയും ഒക്കെ ചെയ്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുടെ പേരിൽ പരസ്പരം പിരിയുകയും പിന്നീട് ശത്രുതയോടെ ജീവിക്കുകയും അപവാദങ്ങൾ പറയുകയും പരസ്പരം ബന്ധം പുലർത്താതിരിക്കുകയും കണ്ടാലൊന്ന് സലാം പറയാൻ പോലും തയ്യാറാവാത്ത ആളുകളുണ്ട് നമ്മളുടെ കൂട്ടത്തിൽ. നമ്മൾ പടച്ചവനോട് പറയുന്നത് എന്താ? അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ. നമുക്ക് ന്യായമുണ്ട്. അവൻ എന്നോട് അങ്ങനെ ചെയ്തത് കൊണ്ടാണ്, ഞാൻ ആക്രമിക്കപ്പെട്ടവനാണ്, അവൻ എന്നോട് അനീതി കാണിച്ചത് കൊണ്ടാണ്. നോക്കൂ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അനീതിക്ക് വിധേയനായവനാണ്. അദ്ദേഹത്തിന്റെ മകളെ കുറിച്ചാണ് അപവാദം പറഞ്ഞത്. അദ്ദേഹം ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യയെ കുറിച്ചാണ് അപവാദം പറഞ്ഞത്. എന്നിട്ടും അള്ളാഹു പറയുന്നു, അബൂബക്കർ അങ്ങനെ തീരുമാനിക്കാൻ പാടില്ല, വിട്ടുവീഴ്ച കാണിക്കണം, പുറത്തു കൊടുക്കണം, ക്ഷമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. ശിർക്ക് ചെയ്യാത്ത ആളുകൾക്ക് അവരുടെ പാപങ്ങൾ പൊറുക്കാനുള്ള പ്രാർത്ഥന സ്വീകരിക്കും, ഒരാളുടേതൊഴികെ. എന്താ അയാളുടെ പ്രത്യേകത? അയാളുടെയും അയാളുടെ സഹോദരന്റെയും ഇടയിൽ പകയുണ്ട്, വിദ്വേഷമുണ്ട്. അപ്പൊ ഇവരുടെ പ്രാർത്ഥനയെ കുറിച്ചുള്ള പ്രതികരണം എന്താ? അൻളിറു ഹാദൈനി ഹത്താ യസ്തലിഹാ. അൻളിറു ഹാദൈനി, ഈ രണ്ടാളുടെ കാര്യത്തിലും തീരുമാനമെടുക്കട്ടെ, അവിടെ നിൽക്കട്ടെ. അവരുടെ പാപം പൊറുക്കണ്ട, അവരുടെ പ്രാർത്ഥന സ്വീകരിക്കണ്ട. ഏതുവരെ? ഹത്താ യസ്തലിഹാ, അവര് നന്നാകുന്നത് വരെ. പ്രിയപ്പെട്ടവരെ, ഈ റമളാനിലെ ദിനങ്ങളിൽ രാത്രിയിൽ, പാതിരാത്രിയിൽ, രാത്രിയുടെ 1/3 സമയം ബാക്കിയുള്ളപ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി, ആരാണ് എന്നോട് ചോദിക്കുന്നത്, ഞാനിതാ നൽകാൻ തയ്യാറാണ്. ആരാണ് എന്നോട് പ്രാർത്ഥിക്കുന്നത്, ഞാനിതാ ഉത്തരം നൽകാൻ റെഡിയാണ്. ആരാണ് എന്നോട് പാപമോചനത്തിന് തേടുന്നത്, ഞാനിതാ പാപമോചനം നൽകാൻ തയ്യാറാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ സമയത്ത് പോലും മറ്റാരെയും ബോധ്യപ്പെടുത്താനല്ല, എന്റെ പാപം പൊറുക്കണമെന്ന വിചാരത്തോടുകൂടി കണ്ണീരൊഴുക്കി സർവലോക രക്ഷിതാവായ റബ്ബിനോട് പാപമോചനത്തിന് തേടിയിട്ടുണ്ട് നമ്മൾ. പാപമോചനത്തിന് തേടിയിട്ടുണ്ട് നമ്മൾ. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നിരന്തരമായി പറഞ്ഞിട്ടുണ്ട് നമ്മൾ. നമ്മളുടെ ഹൃദയം പിടച്ചു പോയിട്ടുണ്ട് ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ആലോചിച്ച്. എന്നിട്ട് റബ്ബിനോട് കരഞ്ഞ് കരഞ്ഞ് പറഞ്ഞിട്ടുണ്ട്, റബ്ബേ, എന്റെ പാപം നീ പുറത്തു തരണമേ. നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഈ പകയും വിദ്വേഷവും ഒക്കെ മനസ്സിൽ സൂക്ഷിച്ച് നമ്മൾ നടത്തിയ ഈ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കുന്നുണ്ട് എന്ന്? ഇല്ല. എല്ലാം അവിടെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒന്നുപോലും റബ്ബ് പരിഗണിച്ചിട്ടില്ല. എന്റെ സഹോദരനോട് പിണങ്ങിയാണ് ഞാൻ ഈ പ്രാർത്ഥന നടത്തിയിരിക്കുന്നത് എങ്കിൽ, എന്റെ മക്കളോട്, എന്റെ ഭാര്യയോട്, എന്റെ ഭർത്താവിനോട്, എന്റെ കുടുംബക്കാരോട്, എന്റെ പാർട്ട്ണറോട്, എന്റെ അയൽവാസിയോട് പിണക്കം സൂക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഈ പ്രാർത്ഥന നടത്തിയിരിക്കുന്നത് എങ്കിൽ
അള്ളാന്റെ കൽപ്പന അവിടെ വെച്ച് സ്വീകരിക്കണ്ട എന്ന്. സ്വീകരിക്കേണ്ടതില്ല. നമ്മളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമെങ്കിൽ നാം വിട്ടുകൊടുത്തേ മതിയാവൂ, നാം പുറത്തു കൊടുത്തേ മതിയാവൂ, നാം ക്ഷമിച്ചേ മതിയാവൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. വിശ്വാസികളുടെ അടയാളം അതാണല്ലോ. എന്താണ് റമളാൻ എന്ന് പറയുന്നത്? നിരവധി തവണ നമ്മൾ കേട്ടു, തഖ്വയുണ്ടാകാൻ വേണ്ടിയാണ്. തഖ്വയുണ്ടാകാൻ വേണ്ടിയാണ്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹ അസ്സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ അത്രയും വിശാലതയുള്ള ആ സ്വർഗവും അതേപോലെ പാപമോചനവും ആർക്കുള്ളത്? ഉഇദ്ദത്തുൽ മുത്തഖീൻ, തഖ്വയുള്ള ആളുകൾക്ക്. എന്താ തഖ്വയുള്ള ആളുകളുടെ പ്രത്യേകതയായി അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞ ഒരു കാര്യം, വൽ ആഫീന അനിൻ നാസ്, വൽ ആഫീന അനിൻ നാസ്, ജനങ്ങളോട് വിട്ടുവീഴ്ച കാണിക്കുന്നവൻ എന്നാണ്. വിട്ടുവീഴ്ച കാണിക്കുന്നവനാണ്, ക്ഷമിക്കുന്നവനാണ്, ആളുകളോട് പുറത്തു കൊടുക്കുന്നവനാണ്. അല്ലാതെ വാശി കാണിച്ച് ഞാൻ ഒരിക്കലും പരാജയത്തിന് തയ്യാറല്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരാളെ കുറിച്ചല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പഠിപ്പിക്കുന്നത്. സൂറത്ത് ശൂറായിൽ അല്ലാഹു പറയുന്നു, വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തിൻ മിസ്ലുഹാ ഫമൻ അഫാ വഅസ്ലഹ ഫമൻ അഫാ വഅസ്ലഹ. ആരെങ്കിലും വിട്ടുകൊടുക്കുകയും അതേപോലെ പിന്നീട് നന്നായി ജീവിക്കുകയും ചെയ്താൽ ഫഅജ്റുഹു അലല്ലാഹ്, എല്ലാറ്റിന്റെയും കൂലി അല്ലാഹ് തന്നെയാ തരുന്നത്. പക്ഷെ ഇതിൻ്റെത് പ്രത്യേകമായി എടുത്തു പറയാനുള്ള കാരണം എന്താ? ഫഅജ്റുഹു അലല്ലാഹ്, അല്ലാഹ് അതിന് പ്രതിഫലം നൽകും. കാരണം അതൊരു വലിയ കാര്യമാണ്, അതൊരു വലിയ കാര്യമാണ്. അങ്ങനെ വിട്ടുവീഴ്ച നൽകുക എന്നത് ഈ സമൂഹത്തിൽ അത് ആവശ്യമാണ്. നോക്കൂ, പരസ്പരം ശത്രുതയോടുകൂടി ജീവിക്കുന്ന ഒരു കുടുംബത്തിന്റെ അവസ്ഥ. മാതാപിതാക്കളും മക്കളും തമ്മിൽ സ്വരച്ചേർച്ചയില്ല, സഹോദരങ്ങൾ തമ്മിൽ സ്വരച്ചേർച്ചയില്ല, അയൽവാസികൾ തമ്മിൽ സ്വരച്ചേർച്ച. എന്തായിരിക്കും ആ കുടുംബത്തിന്റെ അവസ്ഥ? നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവും. ഏത് നേരവും ഇത് തലയിൽ വെച്ച് എന്നെക്കാൾ അവൻ മേലെയാകുമോ, എന്നെക്കാൾ അവൻ മുന്നിലായി പോകുമോ, അല്ലെങ്കിൽ അവനെ തകർക്കാൻ എന്തിന്റെ വഴി, ഇനി അതല്ലെങ്കിൽ എന്നെ തകർക്കാൻ അവനെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നിങ്ങനെ ആലോചിച്ച് ഒരു മനസമാധാനം വ്യക്തികൾ എന്ന നിലയിൽ നമുക്കുണ്ടാവോ? ഇല്ല. കുടുംബത്തിൽ അസ്വസ്ഥത, നാട്ടിൽ അസ്വസ്ഥത ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ആ നന്മ ഉണ്ടാകണം. ഫമൻ അഫാ വഅസ്ലഹ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയാനുള്ള കാരണം. അതേപോലെ സൂറത്ത് ഫുസ്സിലത്തിൽ അല്ലാഹു പറയുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കിയതാണ്, വലാ തസ്തവിൽ ഹസനതു വലാ സയ്യിഅ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ ഫഇദല്ലദി ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയുൻ ഹമീം. അങ്ങനെ നമ്മൾ തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിച്ചാൽ ശരി, അങ്ങനെ ചെയ്തു. മനുഷ്യനാണല്ലോ, അബദ്ധം പറ്റും. എന്റെ റബ്ബ് എന്നോട് പറഞ്ഞത് ക്ഷമിക്കാനും പുറത്തു കൊടുക്കാനുമല്ലേ എന്ന് പറഞ്ഞ് ഒരാൾ ചെയ്ത തിന്മയോട് ഞാൻ നന്മ കൊണ്ട് പ്രതികരിച്ചാൽ ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവ, നിങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ചങ്ങാതികളായി മാറും, അടുത്ത കൂട്ടുകാരായി മാറും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹ ഇല്ലാ ദു ഹല്ലിൻ അലീം. അതൊരു നിസ്സാരമായ കാര്യമൊന്നുമല്ല, അത് അത്ര എളുപ്പം നേടിയെടുക്കാനുള്ളതല്ല. ആ ക്ഷമയുണ്ടല്ലോ ഇത്രയേറെ. നോക്കൂ, തന്റെ ഭാര്യയെ കുറിച്ച് അപവാദം പറഞ്ഞവൻ, തന്റെ ഭാര്യയെ കുറിച്ച് അപവാദം പറഞ്ഞവൻ, തന്റെ ഉമ്മത്തിൽ ഭിന്നതയുണ്ടാക്കാൻ ശ്രമിച്ചവൻ, യുദ്ധരംഗത്ത് പോലും കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചവൻ, ശത്രുക്കൾക്ക് തങ്ങളെ ഒറ്റിക്കൊടുത്തവൻ, അവന്റെ മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് അത് നിസ്കരിക്കേണ്ട റസൂലേ എന്ന് പറഞ്ഞ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ച് ഉമർ പിന്നിലേക്ക് മാറൂ എന്ന് പറയാൻ മനസ്സ് കാണിച്ച ആ പ്രവാചകന്റെ മാതൃകയുണ്ടല്ലോ, അത് അപാരമാണ്. വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹ ഇല്ലാ ദു ഹല്ലിൻ അലീം. അത് ലഭിക്കുക എന്നത് റബ്ബിന്റെ വലിയ സൗഭാഗ്യമാണ്. നമ്മൾ വിചാരിക്കും അങ്ങനെ കർശനമായ നിലപാട് സ്വീകരിക്കലാണ് ഭയങ്കര കഴിവ്. എങ്ങനെ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാതെ അത് ചെയ്തവനോട്
ആളുകൾ ചിലപ്പോ പറയും, എത്ര കൊല്ലായി അല്ലേ അവൻ ഒരു നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ലല്ലോ, ഇപ്പോഴും മുണ്ടിയിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോ അതാണ് വലിയ കാര്യം. അങ്ങനെ ഒരു മനക്കരുത്ത് എനിക്കുണ്ട് എന്ന് ആളുകൾ പറയുന്നതാണ് വലിയ കാര്യം എന്ന് നമ്മൾ വിചാരിക്കും. അല്ല, വമാ യുലഖാഹ ഇല്ലാ ദു ഹദ്ദിൻ അദീം. സർവലോക രക്ഷിതാവായ റബ്ബിൽ നിന്നുള്ള വലിയ അനുഗ്രഹം ലഭിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് അത്തരമൊരു സൗഭാഗ്യം നേടിയെടുക്കാൻ സാധിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ആയത്തെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നത് കാണാൻ കഴിയും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, അമറല്ലാഹുൽ മുഅ്മിനീന ബിസ്സബ്രി ഇൻദൽ ഗളബ്. അല്ലാഹു ഈ ആയത്തിൽ കൽപ്പിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഒന്ന്, ദേഷ്യം ഉണ്ടാകുമ്പോ ക്ഷമിക്കുക എന്നതാണ്. വൽ ഹിൽമി ഇൻദൽ ജഹൽ. അവിവേകം പ്രവർത്തിച്ചു പോകും എന്ന് തോന്നുന്ന സമയത്ത് വിവേകത്തിന്റെ പാതയിലേക്ക് തിരിച്ചു വരിക എന്നതാണ്. വിദ്വേഷവും കോപവും അതേപോലെ പെട്ടെന്നുണ്ടാകുന്ന പകയുമൊക്കെ എന്ത് ചെയ്യാം? അവിവേകത്തിലേക്ക് ക്ഷണിച്ചേക്കാം. ആ സമയത്ത് വിവേകത്തിലേക്ക് തിരിച്ചു വരിക. വൽ അഫ്വി ഇൻദൽ ഇസാഅ. ഒരാള് നമ്മളോട് തിന്മ ചെയ്താൽ അയാളോട് വിട്ടുവീഴ്ച കാണിക്കുക എന്നതാണ്. ഫൈദാ ഫഅലു ദാലിക. അങ്ങനെ ഒരാൾ ചെയ്താൽ അസമഹുമുല്ലാഹു മിനശ് ശൈത്വാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിൽ നിന്ന് അവനെ സംരക്ഷിക്കും. വഖലഅലഹും അദുവുഹും കാനഹു വലിയുൻ ഹമീം. അവന്റെ ശത്രു അവന്റെ മുമ്പിൽ കീഴടങ്ങുകയും ചെയ്യും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് എന്ന് ഈ ആയത്തിൽ വിശദീകരിക്കും. നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാതെ വെച്ചിരിക്കുന്ന നമ്മളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കേണ്ടതുണ്ടോ എന്ന്, റബ്ബ് സുബ്ഹാനഹു വ തആല പരിഗണിക്കാതെ വെച്ചിരിക്കുന്ന നമ്മളുടെ പ്രാർത്ഥനകൾ പരിഗണിക്കേണ്ടതുണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അതുകൊണ്ട് ആരെങ്കിലും പിണങ്ങി നിൽക്കുന്നുവെങ്കിൽ അത് ആരോ ആകട്ടെ, എത്ര വലിയ അനീതി നമ്മളോട് ചെയ്തയാളാവട്ടെ, ഇന്ന് തന്നെ പോയി സലാം പറയുക. ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തരത്തിൽ വിട്ടുവീഴ്ച കാണിക്കുകയും അല്ലാഹുവിന്റെ ആ മഹത്തായ വിട്ടുവീഴ്ചക്ക് വിധേയരാവുകയും ചെയ്യുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആളുകളോട് വിട്ടുവീഴ്ച കാണിക്കാതെ റബ്ബിനോട് പാപമോചനത്തിന് തേടുകയും പ്രാർത്ഥനകൾ പരിഗണിക്കാതെ പോവുകയും ചെയ്യുന്ന ഭാഗ്യമില്ലാത്തവരുടെ കൂട്ടത്തിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ وعلى آله وصحبه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരന്മാരെ, സഹോദരികളെ, സർവലോക രക്ഷിതാവായ അല്ലാഹുവിൻ്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങുകയും തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി റബ്ബ് സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന മുസ്ലിമുകളായി മരണപ്പെടുകയും ചെയ്യാൻ നാം എല്ലാവരും പ്രവർത്തിക്കണം, പ്രാർത്ഥിക്കണം എന്നൊരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസ് ഇങ്ങനെയാണ്: മാ നഖസത് സദഖത്തും മിൻ മാൽ. ഒരിക്കലും സദഖ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നത് സമ്പത്തിൽ നിന്ന് ഒരു ചുരുങ്ങലും അതിനുണ്ടാവുകയില്ല. നമ്മുടെ സമ്പത്ത് അതുകൊണ്ട് കുറഞ്ഞു പോവുകയില്ല. വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ. ഒരടിമ വിട്ടുവീഴ്ച ചെയ്തു എന്നതുകൊണ്ട് ഒരിക്കലും അവന്റെ അന്തസ്സ് ഇല്ലാതായി പോവുകയില്ല. വമാ തവാല അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹു അല്ലാഹ്. അല്ലാഹുവിന്റെ മുമ്പിൽ വിനയാന്യതനായി കീഴൊതുങ്ങി എന്നതുകൊണ്ട് ഒരാളും താണു പോവില്ല, അല്ലാഹു അവനെ ഉയർത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ തിരിച്ചാണ് മനസ്സിലാക്കാറുള്ളത്. മൂന്ന് കാര്യങ്ങളിലായ
സമ്പത്ത് അത് ചെലവഴിച്ചാൽ കുറഞ്ഞു പോകും എന്നാണ് സാന്ദർഭികമായി സൂചിപ്പിക്കുക. സക്കാത്ത് നമ്മളൊക്കെ നൽകുന്നവരാണ്. ഈ പള്ളി കേന്ദ്രീകരിച്ച് വളരെ വ്യവസ്ഥാപിതമായി സക്കാത്ത് നൽകുന്ന സംവിധാനം വർഷങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ സംരംഭവുമായി നമ്മളെല്ലാവരും നമ്മളുടെ സക്കാത്ത് അതിലേക്ക് നൽകി സഹകരിക്കണം എന്ന് സൂചിപ്പിക്കുക. പിശാചാണ് പറയുന്നത് സക്കാത്തൊക്കെ കൊടുത്താൽ, സദക്ക കൊടുത്താൽ കുറഞ്ഞു പോകും, സമ്പത്ത് കുറയും എന്ന് നമ്മളെ ഭയപ്പെടുത്തുന്നത് പിശാചാണ്. അള്ളാഹു പറയുന്നത് അങ്ങനെയില്ല. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നു അതാണ്, കുറഞ്ഞു പോകില്ല. രണ്ടാമത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വിഷയം, ഞാനുമായി പിണങ്ങി നിൽക്കുന്ന ഒരാളുടെ അരികിൽ അയാൾ എന്നോട് തെറ്റിയതാണ്, എല്ലാവർക്കും അറിയാം, നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം അയാളാണ് തെറ്റുകാരൻ. എന്നിട്ട് ഞാൻ അയാളുടെ അടുത്ത് ചെന്ന് ഞാനത് വിട്ടു തന്നിരിക്കുന്നു എന്ന് പറയുമ്പോ ആളുകൾ എന്നെ പറ്റി പറയും, എന്ത് വിട്ടിയാണിവൻ, ഇത്രയേറെ സമ്പത്ത് അവന് നഷ്ടത്തിന് കാരണം അയാളല്ലേ, അയാൾക്ക് ഈ പറഞ്ഞ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയത് അവനല്ലേ, എന്നിട്ടും പോയി അയാളോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മളുടെ പോരായ്മയായാണ് ആളുകൾ വിലയിരുത്തുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇല്ല, അങ്ങനെ ഒരാൾ വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ, അന്തസ്സാണ്, അഭിമാനമാണ്, ഇസ്സത്താണ് ഉണ്ടാകുന്നത്, അല്ലാതെ അതൊരിക്കലും ഒരു മോശം പണി, ഒരു വില കുറഞ്ഞ ഏർപ്പാടല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അതേപോലെ അള്ളാഹുവിന്റെ മുന്നിൽ കീഴൊതുങ്ങുക എന്നത്, അള്ളാഹുവിന്റെ മുമ്പിൽ വിനയാന്വിതനാവുക എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉയർത്താനുള്ള കാരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ കാര്യങ്ങൾ റമളാനിന്റെ ഈ അവസാന ദിനങ്ങളിൽ നമ്മളുടെ ഓർമ്മയിൽ ഉണ്ടാകണം. അള്ളാഹു ചോദിച്ച ചോദ്യം ഇന്നത്തെ ഖുതുബയുടെ സന്ദേശം എന്ത് എന്ന് ചോദിച്ചാൽ ആ റബ്ബിന്റെ ചോദ്യം മാത്രമാണ്, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അലാ അറിയുക, തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അലാ തുഹിബ്ബൂൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ, അലാ തുഹിബ്ബൂൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ, അൻ യഗ്ഫിറല്ലാഹു ലക്കും അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരണം എന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ, ഫല്യഅഫു വല്യസ്ഫഹു നിങ്ങൾ വിട്ടുവീഴ്ച കാണിക്കുക, അതോടൊപ്പം തന്നെ ഹൃദയവിശാലത കാണിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പാപം പുറത്തു തരുന്നവനാണ്. ഈ ചോദ്യം നമ്മളുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് റമളാനിന്റെ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ റബ്ബിലേക്ക് കൂടുതൽ അടുക്കുവാൻ, പാപമോചനത്തിനായി തേടുവാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമളാനിൽ നടത്തുന്ന പ്രാർത്ഥനകൾ സ്വീകരിച്ച് പരലോകത്ത് വിജയിക്കുകയും സ്വർഗത്തിലെത്തുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. കൂടുതൽ ആരോഗ്യത്തോടെ, ആഫിയത്തോടെ, മാനസികവും ശാരീരികവുമായ കരുത്തോടെ റമളാനിലെ വരാനിരിക്കുന്ന ദിവസങ്ങളെ സമീപിക്കാൻ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഒട്ടേറെ സഹോദരങ്ങൾ ഹോസ്പിറ്റലുകളിൽ, വീടുകളിൽ ഒക്കെ ചികിത്സയിൽ കഴിയുന്ന സഹോദരങ്ങൾ പ്രാർത്ഥിക്കാനായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. റമളാനിനെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കാൻ ഉദ്ദേശിച്ചിരുന്ന പലരും, അതുവരെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരുന്ന സഹോദരങ്ങൾ ആരോഗ്യപരമായി പ്രയാസങ്ങൾ നേരിടുന്നവരുണ്ട്. എല്ലാവരുടെയും പ്രയാസങ്ങൾ അറിയുന്നവൻ സർവ്വലോക രക്ഷിതാവായ റബ്ബാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യവും ആയുസ്സും നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്കെല്ലാം രോഗശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, നമ്മളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, മക്കൾ ഒക്കെയുണ്ട്. അല്ലാഹു അവരെയും നമ്മയും അവന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ آخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين.